ഗൈസ് നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ വണ്ടി അവിടെ ഓട്ടോ ഒന്നും ഓടാതെ കിടന്ന് പൊടിയൊക്കെ പിടിച്ച് പരിപാടി. ഗൈസ് നമ്മൾ കുറച്ച് നാളായിട്ടൊരു വീഡിയോ എടുക്കാൻ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല, നമ്മളെ ഫോണൊന്ന് പോയി. അപ്പോൾ ഇന്ന് നമുക്ക് സമയമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഗെയിമിങ്ങിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിലെടുത്തപ്പോൾ അത് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയാൻ വയ്യ, ചെറിയ ഇഷ്യൂസൊക്കെ വന്നത് പോയി. അപ്പോൾ നമ്മളെ ലോറി എടുത്തിട്ട് നമ്മളെന്തെങ്കിലും ഓട്ടം പോകാൻ കരുതി. അങ്ങനെ നിന്നപ്പോൾ നമ്മൾ വിക്ടർ അണ്ണൻ, അപ്പോൾ നമ്മൾ സ്റ്റോറി മോഡാണ് കേസ് പറയാൻ മറന്നുപോയി, സോറി. നമ്മൾ സ്റ്റോറി മോഡാണ് കേസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ കേസ് ഒരു സ്റ്റോറി മോഡായിരിക്കും, നിങ്ങൾ അങ്ങനെ തന്നെ കാണുക, ഒരു സ്റ്റോറി കണക്കായിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റൊക്കെ വന്ന് വായി നോക്കാനൊക്കെ നിന്നപ്പോൾ ആരുമില്ല. സോ വായി നോക്കണ്ട, അമ്മ ചെയ്ത പോലീസ് പറഞ്ഞു. പോലീസിനാണോ പേടിയാണ് കേസ്, അതൊന്നുമില്ല, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് രാവിലെ തന്നെ വിക്ടർ എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് നമുക്ക് ലോഡുണ്ട്, അപ്പോൾ ലോഡ് എടുക്കണമെന്ന് പറഞ്ഞ്. ഇങ്ങേര് ലോഡൊക്കെ മൊത്തം ഇല്ലീഗലാണ് കേസ്, ഇങ്ങേരെ കൂടെ ലോഡ് എടുക്കാൻ പോകുക അന്നൊക്കെ പണിയാണ്. എന്തായാലും അണ്ണൻ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. സോ വണ്ടിയൊക്കെ ഇന്നലെ തന്നെ ഡീസൽ ഫുൾ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി കഴുകണം, നമുക്ക് എന്തായാലും ഇമ്പോൾ ലോഡ് എടുത്തിട്ട് കഴുകണം. സോ അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല, നേരെ ഇനിയിപ്പോൾ ലോഡ് എടുക്കാൻ പോവാം, അത്രയേ ഉള്ളൂ. വണ്ടി പറയണേ നമ്മളാ മിസ്തുബിഷിയാണെന്ന് തോന്നുന്നു, എനിക്ക് എന്തായാലും വണ്ടിയല്ല, സൂപ്പർ വണ്ടി തന്നെ, രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അണ്ണൻ പറഞ്ഞ പോലെ നമുക്ക് ലോഡ് ഇവിടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ കൊറിയയിൽ പോയിട്ട് വേണം നമ്മൾ ലോഡ് എടുക്കാൻ. നമ്മൾ സൂക്ഷിച്ച് പോകണം, കാരണം നമ്മളെ ഇത് ഇല്ലീഗലാണ്. വേറെ സീനാണ് നമ്മൾ പോലീസ് വിളിച്ചാലേ നമ്മൾ ഇല്ലീഗൽ ലോഡാണ് എടുക്കണം. ഭഗവാനെ ഇതാ പോകണം, ഏത് വഴിയുടെ ഇവിടെ തന്നെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ മണ്ണെടുക്കുന്ന ഇവിടെ തന്നെ. വണ്ടി നിൽക്കുന്നില്ല, നിന്ന്. അപ്പോൾ നമ്മൾ വിക്ടർ അണ്ണൻ പറഞ്ഞ വഴി കൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങേരെ ഒരു വള്ളി കേസാണ്, നമ്മളും അതിലും വലിയ വള്ളി. ഓക്കെ, ഞാൻ ഒരുപാട് സംസാരിച്ച് ആക്കുന്നില്ല. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് എൻ്റെ ഡയലോഗ് അത്ര പോരാ. അപ്പോൾ നമ്മൾ സൗണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. ഭഗവാനെ ഇതാ പോകും. ഇതെന്തെങ്കിലും അങ്ങോട്ട് ഓടിക്കുമ്പോൾ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ടാണ്, എങ്ങോട്ട് ഓടിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വരണം വണ്ടി. ഇതെന്തൊരു വണ്ടി? സൂപ്പർ വണ്ടി. ഭഗവാനെ ഒന്നും നോക്കാല്ല, ചവിട്ടിയും വിട്ടേക്കാം, കൈ പെട്ടത് തന്നെ. നമുക്കിനി മുകളിലോട്ടാണ്. ഇത് മിക്കവാറും പണി കിട്ടും, റോഡ് പണിക്കാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. പോണ വലിയുന്നില്ല വലിയട്ടടാ. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി നമ്മളെ മലയാളി ലുക്കാക്കിയിട്ടുണ്ട്. അവിടെ അടുത്താണ് സ്ഥലമെത്തി. എൻ്റെ അമ്മച്ചി ഒന്നാമത് ബ്രേക്കില്ല, അല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ, ബ്രേക്കൊന്നും ഇല്ലാതെ. കഴിഞ്ഞ ഇല്ല ഗൈസ്, എവിടെയോ ചായല്ല എത്തി ഗൈസ്. അവിടെ റോഡ് പണിയാണ്. അപ്പോൾ ഇത്രണ്ണം പറഞ്ഞത് വെറുതെ അല്ല, സംഭവം റോഡ് പണിക്കാണ്. ഇത്രണ്ണം അങ്ങനെയൊക്കെ പറയും, ഇത്രണ്ണം ഒരു പാപമാണ് എന്നൊക്കെ ഞാൻ പറയും. ഇത്രണ്ണം ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ കയറി ഇടിക്കരുത്. അപ്പോൾ നമ്മൾ ലോഡ് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊള്ളാല്ലേ, പൈസ കിട്ടിയല്ലേ. താരട്ട് ഇമാതിരി പുഷ്പയാ എപ്പോഴും പൊങ്ങിയിരിക്കുന്നത്, വല്ലപ്പോഴൊക്കെ താഴ്ത്തി വെയ്, ഇല്ലെങ്കിൽ പലതും പൊങ്ങിയൊക്കെ ഇരിക്കുകയാണ് എപ്പോഴും. അപ്പോൾ നമുക്കിനി വണ്ടി കഴുകാൻ, ഞാനാ കുളിക്കത്തില്ല, വണ്ടിയെങ്കിലും ഒന്ന് കഴുകിയിട്ട് വരാം. അല്ല, ഇവിടെ വണ്ടി കഴുകുന്ന സ്ഥലം എവിടെയാണ് ഉള്ളത്? വണ്ടി നമുക്കിവിടെ ഒരു സ്ഥലമുണ്ട്. പൊന്നേ. അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് കഴുകി ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുക്കാൻ എന്താണെന്നറിയാം. പൊന്നെ അമ്മച്ചി, വല്ലാത്തൊരു സുഖം. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് കഴുകി എടുക്കാം. ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുക്കുന്നതിൽ ഞാൻ പണ്ടേ പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് താനും ഇങ്ങനെ രണ്ടാമത്തെ എടുത്തിട്ടാണ്. അപ്പം നമുക്ക് പയ്യ വണ്ടി ഓരവിടെ രണ്ടെണ്ണം ഇരിക്കണം. കുണ്ടല്ലോ ആയിരിക്കും, വേണ്ട. അല്ല, 2K കിട്ടുവാണെങ്കിൽ എൻ്റെ കാര്യം പോയി. ഞാനൊരു 2K കിട്ടുകയാണല്ലേ. എന്താ അവന് വണ്ടി ഇടാം, ഇവിടെ കഴിവിടെ ഇടയി. ഞാൻ എൻ്റെ വണ്ടി അവിടെ ആരുമില്ല ഡേയ്. എന്താ വണ്ടി ഒന്നുമില്ലേ, വണ്ടി അവിടെ ഡേയ്. പൈസ ഇതെന്താണ് സാധനം? വണ്ടി കഴിവാൻ ഞാൻ കൊണ്ടുവന്നിട്ടിട്ട് ഒരുത്തിനും വരുന്നില്ല.
ആ ഗൈസ് ഇത് നോക്ക് ഗൈസ്, വണ്ടി ഇടാൻ ഒന്നീ പൈസ അല്ലെങ്കിൽ പരസ്യം. 50,000 രൂപ വണ്ടി എന്തുവാടാ. ആദ്യം നമുക്ക് പതപ്പിക്കാം. സോപ്പിട്ട് പതപ്പിക്കുന്നതിൽ ഞാനും എൻ്റെ വണ്ടി പണ്ടേ പണ്ടാന്ന് പറഞ്ഞതാ. സോപ്പിട്ടൊക്കെ നല്ല ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുക്കുകയാണ്. ഓ എൻ്റെ മോനെ എന്നാ ഐശ്വര്യം അല്ലേ, ഒരു രക്ഷയില്ലല്ലേ. നമ്മൾ സോപ്പിട്ടെടുത്ത് നമുക്ക് വണ്ടി കഴുകി എടുക്കാം. ഇതെന്തോന്ന് എൻ്റെ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. വണ്ടി നമ്മൾ ബോഡി ഒന്ന് മാറ്റണം. നമ്മൾ ഇപ്പോൾ ലോറിയുടേതാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ബോഡി മാറ്റിയിട്ട് വരാം. നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. സോ എങ്ങോട്ടാടേ പോകേണ്ടത്? ഇങ്ങോട്ടിനി എങ്ങോട്ടാണോ എന്തോ. ഇങ്ങോട്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കമൻറ്റ് കൊടുക്കാം. എനിക്കിതെങ്ങനെ ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണ്. സംഭവം ആദ്യമൊന്നും കൊള്ളൂല എന്ന് വിചാരിച്ച് ഇൻസ്റ്റാൾ ആക്കി, പക്ഷേ സംഭവം കുഴപ്പമില്ല. അപ്പം നമുക്കിനി വണ്ടി കുറച്ച് എന്താ തിളങ്ങുന്ന വണ്ടി കുറച്ച് മോഡിഫൈ കഴിഞ്ഞിട്ട് വരാം. അവിടെ എത്തി. ഇത് വെക്കണോ ഇത് വെച്ചാൽ നമുക്ക് കമ്പി, പിന്നെ ഈ സിമൻറ്റ് കട്ട അതൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇത് വെക്കണം, നമുക്ക് ഈ കാറൊക്കെ തൂക്കിക്കൊണ്ട് പോകാം. ഇത് വെച്ചാൽ അറിയാലോ ഫുൾ ഇല്ലീഗൽ. ഇത് വെച്ചാൽ നമ്മൾ പുഷ്പ മണ്ണ് കിടത്തും. സോറി, പുഷ്പ മണ്ണല്ലല്ലോ കിടത്തണ, പുഷ്പ സിമൻ്റ് ആണല്ലോ കിടത്തണ. നമ്മൾ പുഷ്പ സിമൻ്റ് കിടത്തും. പുഷ്പ സിമൻറ്റും അല്ല, പുഷ്പ തടിയല്ലേ കിടത്തുന്ന. ആണ് പുഷ്പ നല്ല പ്ലാവിൻ തടിയാണ്. സോറി ഗൈസ്, പുഷ്പ തേക്കിൻ തടിയാണ് കിടത്തുന്നത്. അപ്പം നമ്മളും പുഷ്പയെ പോലെ തേക്കിൻ തടി കിടത്തും. എന്ത് ചെയ്സ കൊള്ളാലോ. അപ്പോൾ നമുക്കിനി കാറ് കിടത്താം. അതെ കാർ കിടത്താം. ബൈ. ഓക്കെ, പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി, താങ്ക് യു ഫോർ ഓക്കെ. നമുക്കിന്നത് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇവിടെ എന്തൊരു സാധനം എന്ന് അറിയാമോ? നമുക്ക് നോക്കാം. വണ്ടി മോഡിഫൈ അതല്ല, വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് കൊള്ളാം. സൂപ്പർ. എന്താണ് മൊത്തത്തിൽ ഒരു ഇല്ലായ്മ. എന്ത് സാധനമാണ്? ഇതൊരു ലൈറ്റല്ലേ. ഞാനിത് ഏതാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യില്ല. ഇതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് വെക്കണോ അതോ ഇത് വെക്കണോ? ഇത് വയ്ക്കാം. കൊള്ളാം, സൂപ്പർ സാധനം. അപ്പോൾ വണ്ടിയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്കിനി നേരെ വണ്ടിക്കകത്ത് കയറുന്ന പരിപാടിയുള്ളൂ. ശശാങ്കനും ശശിയും സോമനും. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നമ്മളെ ബസ്സിൽ നമ്മൾ ചെറിയൊരു ഓട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെന്ന് കയറിയപ്പോൾ സത്യം പറയാൻ കേസിൻ്റെ നെഞ്ച് തകർന്നു പോയില്ല. കാരണം ബസ്സിലിപ്പോൾ ബസ്സിലല്ല. അതെന്തെന്ന് ചോദിച്ചാൽ ബസ്സിലിപ്പോൾ ബസ് പോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇടിച്ചില്ല അല്ലോ, പിന്നെ ഞാനായിരുന്ന വിചാരം. അപ്പം നമുക്ക് ഇവിടെ ഒരു കാറ് ഇവനൊന്നും ബ്രേക്കില്ല എന്തോ. വണ്ടി നിർത്താം. ഏതാ ഒരു പാവപ്പെട്ടവൻ വണ്ടി ഓടിക്കാരനോട് അത് കൊണ്ടുവന്ന് ഇടിച്ച് മൊത്തത്തിൽ പോക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്കവനെ സഹായിക്കാം. അപ്പോൾ നമ്മൾ ആ പാവപ്പെട്ടവനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാവപ്പെട്ടവൻ്റെ 1 മിനിറ്റ് ഏതോ ഒരു നാറി കൊണ്ടുവന്ന് ഇടിച്ചു നോക്കി എന്നോട് പറയിപ്പിക്കാതെ. അപ്പോൾ ഏതാ ഒരു പാവപ്പെട്ടവൻ ബ്രേക്ക് പോയതാണെന്ന് തോന്നുന്നു. പാവം ചെറിയ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇടിച്ചപ്പോൾ നമ്മൾ ഈ ചെറുക്കനെ നമ്മൾ സഹായിക്കുകയാണ്. നമ്മൾ ഫ്രീ ആയിട്ടാണ്, ജസ്റ്റ് ഒരു 30,000 രൂപ തന്നാൽ മാത്രം മതി. നമ്മൾ ഫ്രീ ആയിട്ട് സഹായിക്കാം. അപ്പോൾ നമ്മളെന്നെ നേരെ വണ്ടി ഗ്യാരേജിലോട്ട് എത്തിക്കണേ. എന്നെ കൊണ്ടുപോണേ ഗൈസ്. ഇവിടെ ഞാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വാഴകൾ ഇവിടെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒതുക്കിയിട്ട് ഓക്കെ ഗൈസ്. അങ്ങനെ അരി അടക്കം ക്ലൈം ഓക്കെ ഗൈസ്.
ഇതെന്ത് എനിക്കറിയാം ഇതെന്താ എപ്പോഴും നന്നായി കിടക്കും. എനിക്കൊരു ഡൗട്ട്, ഇവിടെ ഒരു എന്തിൻ്റെ ഒരു സിമ്പിൾ ഇടുന്നു, പക്ഷെ അത് എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഒരു ഓട്ടം കൂടെ പോയിട്ട് വരാമല്ലേ? അപ്പോൾ ഗൈസ് ഒരു ഓട്ടം ഒന്നും ഇനി പോകാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. സോ ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല പ്ലാൻ ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് കിട്ടി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതിനു മറ്റേ ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്ന് പറയുന്ന കണക്ക്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ ബെസ്റ്റ് എന്തായാലും എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ബെസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒരുപാട് നാളിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്കിപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിടാം, വേറെ വഴിയൊന്നുമില്ല. എന്താ നീങ്ങുന്നുണ്ട്. അയ്യോ എൻ്റെ അമ്മച്ചി ഇതാ പോണേ. ശുഭം, ഒന്നും പറ്റിയില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും അതുവരെ ശുഭ.